ജയ്ക്ക് തന്നെ പറഞ്ഞു വ്യവസായ മന്ത്രി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അഴിമതി ഇല്ല എന്ന് ജയ്ക്ക് ഇപ്പോൾ പറയുന്നു. രണ്ടും കൂടി എങ്ങനെ ജയ്ക്കിന് പറയാനാകും? ഞാനൊരു വലിയ സംഭവം അല്ലേ? എങ്ങനെ പറയാനാകും ജയ്ക്ക്? അഴിമതി ഇല്ലെന്നും ജയ്ക്ക് പറയുന്നു. അതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യവസായ മന്ത്രി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയ്ക്ക് പറയുന്നു. അപ്പോൾ അഴിമതി ഇല്ലെന്ന് ജയ്ക്ക് ഇപ്പോൾ എങ്ങനെ പറയും? എന്റെ ആദ്യത്തെയും ഇപ്പോഴത്തെയും വാദം എന്താണ്? ഞങ്ങൾ പറയുന്നു, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സ്ഥാപനത്തെ സംബന്ധിച്ച്, സേഫ് കേരള പദ്ധതിയെ സംബന്ധിച്ച് കരാറോ ഉപകരാറോ ടെൻഡർ നടപടികളോ ഇതുവരെ നൽകിയതിനെയും പൂർത്തിയാക്കിയതിനെയും സംബന്ധിച്ച് അത് കെൽട്രോൺ ആവട്ടെ, SRIT ആവട്ടെ, നിങ്ങൾ സൂചിപ്പിച്ച മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, ഏതുമാവട്ടെ, ഈ സ്ഥാപനങ്ങൾക്ക് കരാർ നൽകിയതിനെ സംബന്ധിച്ച് വസ്തുതാപൂർവവും ആധികാരികവുമായി അഴിമതിയുടെ ഒരു അംശം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വിവരവും ആധികാരികമായ ഒരു രേഖയും ഇതുവരെ നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഇതിനെ സംബന്ധിച്ച് ഇന്നലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച അഴിമതിയുടെ ലാഞ്ചന കലർന്ന ഒരു വാർത്തയുടെ സുപ്രധാനമായ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ് നടത്തിയ ഗസ്റ്റ് ഹൗസ് വഴിയുള്ള താമസത്തിന് കൊടുക്കുവാനുള്ള പണത്തിന്റെ ക്രയവിക്രയം ഈ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനവുമായി നടത്തി എന്നുള്ള അനിതര സാധാരണമായ കണ്ടെത്തലാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ കണ്ടെത്തൽ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വളഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നോക്കൂ, ജയ്ക്കിന് ഒരു കമ്പനിയുടെ പേര് പറയാൻ മാത്രമാണ് മടി. ആ കമ്പനിയുടെ പേരാണ് ജയ്ക്ക് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്ക്കിന് പറയാൻ മടിയുള്ള കമ്പനിയുടെ പേരാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നത് പോലെ കരാർ കൊടുത്തു, ഉപകരാർ കൊടുത്തു, അങ്ങനെ ഒന്നുമല്ല. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവങ്ങളാണ്. ഇപ്പോൾ ഇതെല്ലാം പ്രസാഡിയോ എന്ന ഒറ്റ കമ്പനിയിൽ നിന്നാണ് ഈ ഇടപാടിന്റെ, ഈ പദ്ധതിയുടെ ആശയം പോലും തുടങ്ങിയത്. മോട്ടോർ വാഹന വകുപ്പ് പോലും അറിയുന്നതിന് മുമ്പ് ഇവരിതിന് കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു എന്നതിന് കൃത്യമായ വിവരങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. CPM എത്ര അവഗണിച്ചാലും, CPM എത്ര കേട്ടില്ല എന്ന് നടിച്ചാലും, പ്രസാഡിയോ എന്ന കമ്പനിക്ക് കേരളത്തിന്റെ അഭിമാന പദ്ധതി എന്ന് നിങ്ങൾ തന്നെ വിളിച്ച പദ്ധതിയിലുള്ള പങ്ക് എന്താണ് എന്ന് തന്നെയാണ് ചോദ്യം. ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒറ്റ തവണ കൂടി താങ്കളോട് ആവർത്തിക്കുന്നു, ഇതൊരു നടത്തു പോണ മാതിരില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ താങ്കൾ പരിഹസിച്ച് തള്ളുന്നുവെങ്കിൽ പ്രകാശ് ബാബു എന്ന മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ പിതാവിന് പ്രസാഡിയോ എന്ന ഇപ്പോൾ ആരോപണ വിധേയമായ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്ന് CPM ഉറപ്പിച്ചു പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞുവല്ലോ, അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രസാരിയോ ആവട്ടെ, എനിക്ക് പേര് പറയാൻ എന്ത് പടി? ഞാൻ ഈ കമ്പനികളുടെയൊക്കെ പേരെടുത്ത് മനപ്പാടമാക്കി വെച്ച് ഇവിടെ ഉരുവിടുന്നതിലൂടെ ഇവരുടെ വ്യക്തമായി മാറേണ്ട കാര്യം എനിക്കില്ല. എന്റെ പോയിന്റ് എവിടെയാണ്? അങ്ങ് ഞാൻ ഉദ്ദേശിച്ച അങ്ങ് വ്യക്തിപരമായിട്ടല്ല, അങ്ങ് പ്രതിനിധീകരിക്കുന്ന മാധ്യമ സ്ഥാപനം, ഈ മാധ്യമ സ്ഥാപനവും അങ്ങയുടേതുൾപ്പെടെയുള്ള മറ്റ് പത്രമാധ്യമങ്ങളും ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ വെളിപ്പെടുത്തലിലേക്ക് നയിച്ച ബന്ധുത്വത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ലിങ്കിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കമ്പനികൾക്ക് കരാറോ ഉപകരാറോ ഏറ്റെടുത്ത്, അത് SRIT ആവട്ടെ, അങ്ങിവിടെ ചൂണ്ടിക്കാണിച്ച പ്രസാദിയോ ആവട്ടെ, ഏത് കമ്പനിയും ആവട്ടെ, ഈ കമ്പനികൾക്ക് മറ്റാരെങ്കിലും തമ്മിലുള്ള ബന്ധമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ അമ്മായിയപ്പനോ ഭാര്യാപിതാവോ ഭാര്യാമാതാവോ അവരുടെ അമ്മായിയുടെ മകനോ അമ്മായിയുടെ മകളോ ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ വേണ്ടി കഴിയും? നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? ഏതു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുത്വം ഏത് കമ്പനിക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ടെൻഡർ നടപടികളിൽ, നിയമപരമായ കാര്യങ്ങളിൽ, കരാറും ഉപകരാറും നൽകുന്നതിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതേവരെയുള്ള ഞങ്ങളുടെ ബോധ്യം, ഇതേവരെ നടത്തപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളുടെയും മാധ്യമ വാർത്തകളുടെയും അനുഭവത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്താണ്? നിയമലംഘനം നടന്നിട്ടില്ല. അഴിമതിയുടെ കറപുരണ്ട, അതിന്റെ ലാഞ്ചന വസ്തുതാപൂർണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരനുഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. സുഗുണം പോകരുത്. പരിഹാസ്യമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് പ്രസാദിയോ കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്നലെ മലയാള മനോരമ നടത്തിയ റിപ്പോർട്ടിൽ ഇനിയും വിവരങ്ങളുണ്ട്. കണ്ടില്ല എന്ന് ഇന്നലെ മാത്രമല്ല ഇന്നും താങ്കൾ പറയുന്നത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. മലയാള മനോരമ ഇന്നലെ മാത്രമല്ല ഇന്നും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രേഖകൾ കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച രേഖകളുടെ കാര്യമാണ് താങ്കൾ ഉദ്ധരിച്ചത്. അതിനപ്പുറത്തേക്ക്
ഈ ടെൻഡറിലൊക്കെ പങ്കെടുത്ത് അവസാനം പിന്മാറേണ്ടി വന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗുകളിൽ, ടെൻഡർ നടപടികളുടെ ഭാഗമായുള്ള മീറ്റിംഗുകളിൽ പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു, പ്രസാഡിയോയുടെ പ്രതിനിധിയായി പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തലും ഇതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജയിക്കിന്റെ നിലപാടെന്താണ്? ഇല്ല എന്ന് താങ്കൾ ഉറപ്പിച്ചോ? പാർട്ടി ഉറപ്പിച്ചോ? അല്ല, അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ വെളിപ്പെടുത്തൽ നടത്തിയ മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, പിന്മാറിയ സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ പേര് സന്ദർഭവശാൽ ഞാൻ മറന്നുപോയി. ഈ SRIT ഉൾപ്പെടെ, കെൽട്രോൺ ഉൾപ്പെടെ, പ്രസാദിയോ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മളുടെ സംവാദങ്ങളിൽ ചൂടുപിടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ സംവാദത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് അങ്ങ് ചൂണ്ടിക്കാണിച്ച, അങ്ങ് പ്രസക്തമെന്ന് ചൂണ്ടിക്കാണിച്ച വെളിപ്പെടുത്തൽ നടത്തിയ ഈ പിന്മാറിയ സ്ഥാപനം ഉണ്ടല്ലോ, ആ പിന്മാറിയ സ്ഥാപനത്തിന്റെ MD ആണോ CEO ആണോ എന്നുള്ളത് എന്റെ ഓർമ്മയിൽ നിശ്ചയമില്ല. അദ്ദേഹം മറ്റൊരു സംവാദത്തിൽ തൊട്ടു മുമ്പ് ഏതാണ്ട് ഒരു 10 മിനിറ്റുകൾക്ക് മുമ്പ് പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുത്ത സംവാദത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച മലയാള മനോരമ സവിശേഷകരമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വഴി കണ്ടെത്തിയ നമ്മളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത് വഴി ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധുത്വമുണ്ടല്ലോ, ആ ബന്ധുത്വത്തെ സംബന്ധിച്ച് വാർത്താ അവതാരകൻ അങ്ങ് ചൂണ്ടിക്കാണിച്ച വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥാപന ഉടമയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരെ എല്ലാം കണ്ടോ? അങ്ങ് ചൂണ്ടിക്കാണിച്ച സ്ഥാപനത്തിന്റെ വിശുദ്ധ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥാപനത്തിനോട് പറയുന്നു, ഉവ്, ഞാൻ കണ്ടിട്ടുണ്ട്. വാർത്താവതാരകന്റെ 10 മിനിറ്റ് മുമ്പുള്ള രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ ആ ഡയറക്ടർമാരിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവായിട്ടുള്ള ഈ ശ്രീ പ്രകാശ് ആ ഡയറക്ടർമാരിലുണ്ടോ? അങ്ങ് നടത്തിയ വിശുദ്ധമായ വെളിപ്പെടുത്തൽ നടത്തിയ നമ്മളുടെ പിന്മാറിയ സ്ഥാപനത്തിന്റെ ഉടമ മുതലാളി പറയുകയാണ്, അങ്ങനെ ഒരു ഡയറക്ടർ ഉള്ളതായി എൻ്റെ കയ്യിൽ അറിവില്ല. പക്ഷേ ഇന്നലെ മനോരമയിലും ഇന്ന് ചില മാധ്യമങ്ങളിലും ഇങ്ങനെ ഒരു ആളെ സംബന്ധിച്ചുള്ള വാർത്ത വായിക്കാൻ വേണ്ടി കഴിഞ്ഞു. 10 മിനിറ്റുള്ള താങ്കൾ പരിഹസിക്കുന്നത് മുഴുവൻ താങ്കൾ മാധ്യമങ്ങളുടെ കണ്ടെത്തലിനെ പരിഹസിക്കുന്നു. ഒരേ സമയം തന്നെ പ്രസാഡിയോയുടെ വക്താവാകാനില്ല എന്നും പറയുന്നു. പ്രസാഡിയോയുടെ ഡയറക്ടറാണ് പ്രകാശ് ബാബു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബെനാമി സ്ഥാപനം എന്ന ആരോപണം ഉന്നയിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ഇതുവരെ താങ്കളുടെ പാർട്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ അത് നിഷേധിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഐ മീൻ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടന പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ടാ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചോദിക്കുന്നത്, മാധ്യമങ്ങളുടെ കണ്ടെത്തലിനെ ജയിക്കിന് ഇത്രയും പരിഹാസമാണെങ്കിൽ ജയിക്കിന് ഉറപ്പുണ്ടോ ഇത് തെറ്റാണ്, പ്രകാശ് ബാബു പ്രസാഡിയോ കമ്പനിയുടെ ആരുമല്ല, ഒരു ബന്ധവും പ്രസാഡിയോ കമ്പനിയും പ്രകാശ് ബാബുവുമായി ഇല്ല, മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളും മറ്റുള്ളവരും പടച്ചുണ്ടാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകളെന്ന് ജയിക്കിന് ഉറപ്പുണ്ടോ എന്ന് മാത്രമാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. ഞാൻ ലളിതമായി എത്രയോ തവണ വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങ് മനസ്സിലായിട്ടും മനസ്സിലാകാതെ വീണ്ടും നേരിട്ടുള്ള ചോദ്യമാണല്ലോ ജയ്. ഇല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. പ്രകാശ് ബാബുവിനും പ്രസാഡിയോയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ജയിക്കിന് പറയാൻ ഒരു തരത്തിലുള്ള വളച്ചുകെട്ടലിന്റെയും ആവശ്യമില്ല. മാധ്യമങ്ങളെ താങ്കൾ പരിഹസിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ നേരിട്ട് ആ ഉത്തരം പറയണം. അല്ല, ഞാനതിന് രണ്ടിനും ഈ ഘട്ടത്തിൽ ഈ സംവാദത്തിൽ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മളുടെ നാട്ടിൽ നിയമപരമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിനെക്കുറിച്ചൊന്നുമല്ല എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് എത്രയോ മുന്നോട്ട് പോയി. നേരിട്ടുള്ള ചോദ്യമാണ്. ഒറ്റത്തവണ കൂടി പ്രസാഡിയോ കമ്പനിക്ക് പ്രകാശ് ബാബുവുമായി ബന്ധമില്ല എന്ന് CPM ഉറപ്പിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ ആ ചോദ്യം ആവർത്തിക്കില്ല. ആ കമ്പനിക്ക് ആരൊക്കെയായി ബന്ധമുണ്ട് ഇല്ലേ എന്ന് തപ്പിയെടുക്കേണ്ട ചുമതല CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മറ്റാളുകൾക്കോ ആരുമില്ല. നിയമലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം പരിശോധിക്കേണ്ട ചുമതലയെ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ആ കമ്പനി ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാധ്യമങ്ങളെ താങ്കൾ പരിഹസിക്കുന്നത് നമുക്കെന്താണെന്നല്ല CPM എന്താണെന്ന് താങ്കൾക്ക് ചോദിക്കാം. പൊതുസമൂഹത്തിന് എന്തൊക്കെ അന്വേഷിക്കണം, എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനാവില്ലല്ലോ ജയ്ക്ക്. പ്രസാഡിയോ എന്ന കമ്പനി എങ്ങനെ വന്നു, അതിന് പിന്നിൽ ആരാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയണം. ഞാൻ പൊതുസമൂഹത്തിൽ പെടുന്ന ആളാണ്. പൊതുസമൂഹത്തിന്റെ അട്ടിപ്പറവകാശം ജയിക്കിന് ദേഷ്യപ്പെടാനും ബഹളം വെക്കാനും തുടങ്ങും എന്ന് എനിക്ക് ഉറപ്പായത് കൊണ്ടാണ് ആ ചോദ്യം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് താങ്കളോട് പറഞ്ഞു. താങ്കൾ ആരാണത് പറയാൻ?
പൊതുസമൂഹം നമ്മളത് അന്വേഷിക്കേണ്ടെന്ന് പറയാൻ? അല്ല, ഞാൻ അങ്ങോട്ട് അഴിമതിയിൽ ചോദിച്ചത് ആരോപണ വിധേയമായ അങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതിപക്ഷം അട്ടിപ്പറ 12 വാസം ദിവസമായി വന്നത്. നിന്ന് ആരോപണം പൊതുസമൂഹത്തിന്റെ ഉന്നയിക്കുന്ന ഒരു വക്താവ് പദ്ധതിക്ക് അങ്ങ് ചുരുങ്ങിയ ഒരൊറ്റ പക്ഷം ദിവസം മലയാള നേരമെന്ന് മനോരമയുടെ മറുപടി പറയാൻ അല്ലെങ്കിൽ ധൈര്യം ഈ കാണിക്കാത്ത ചാനലിന്റെ ഒരു പാർട്ടിയുടെ പ്രതിനിധി അത്രയേ വന്ന് ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. പൊതുസമൂഹത്തിന്റെ അട്ടിപ്പേർ അവകാശം എന്നെയും പഠിപ്പിക്കുക ജയിക്ക്. ഞാൻ തിരിച്ചു